ഓക്കെ, RX-ഉം NX-ഉം ഓൾ വീൽ ഡ്രൈവ് ആണ്. പക്ഷേ ലക്ഷറിയസ് ഏതാ? അത് RX ആണ്. അതിലും കൂടുതൽ എല്ലാം. ഇത് ഏതാ സ്ഥലം എന്ന് മനസ്സിലായോ? സ്ഥലം മനസ്സിലാവുള്ളൂ പോട്ടെ, ഈ വണ്ടി ഏതാണെന്ന് മനസ്സിലായോ? ഇല്ലല്ലോ. 2 കാര്യങ്ങളൊന്നും ഞാൻ പറയാട്ടോ. അതായത് എന്നെ വിളിച്ചിട്ട് 2 വണ്ടികൾ കൊച്ചിയിലുണ്ട്, ഒന്ന് വന്നിട്ട് ഒന്ന് വാക്ക് റൗണ്ട് ചെയ്യാമോ എന്ന് ചോദിച്ചാണ് കമ്പനി. അപ്പോൾ ഞാൻ പറഞ്ഞു സാധാരണ നമ്മൾ ചെയ്യുന്നത് ഡ്രൈവ് റിവ്യൂ ആണ്, വാക്ക് റൗണ്ടിൽ പൊതുവെ ചെയ്യാറില്ല. പക്ഷേ ഈ വണ്ടിക്ക് പ്രത്യേകതകളുണ്ട്. ഇതൊരിത്തിരി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വണ്ടികളാണ്. മാത്രമല്ല ഫൈനസ് എന്നൊക്കെ വിളിക്കാവുന്ന അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, കുറേ പ്രത്യേകതകളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി വൈനോട്ട് നമുക്ക് എന്തായാലും 2 വണ്ടികളും പോയി കാണാം. വണ്ടികളെ കാണാൻ മാത്രമല്ല വണ്ടികളുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാട്ടോ. അപ്പോൾ ഇത് ഏതാ വണ്ടി എന്നുള്ള ആദ്യത്തെ നമുക്ക് ആദ്യം ആ വണ്ടിയിലേക്ക് പോകാം. ഞാൻ ഇരിക്കുന്നതേ കൊച്ചിയിലെ പ്രമുഖമായിട്ടുള്ള ഷോറൂമിലാണേ. ഇത് ലെക്സസിൻ്റെ RX 350H ആണ്. അതെ, ഓൾ വീൽ ഡ്രൈവ്, അതായത് മുന്നിലും പിന്നിലും മോട്ടറുകളുള്ള ഹൈബ്രിഡ് ടെക്നോളജി യൂസ് ചെയ്യുന്ന ലെക്സസിൻ്റെ RX 350H ആണ്. ഇത് നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടോ ഈ വണ്ടി? ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറയാട്ടോ. അപ്പോൾ ഫ്രണ്ട് നോക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ഭംഗിയും അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഒരു രസമുള്ള ഭംഗിയുള്ള രൂപമാണെന്ന് തന്നെ പറയാം അല്ലേ. ഇതൊരു ലക്ഷറി മിഡ് സൈസ് ക്രോസ് ഓവറാണ്. അപ്പോൾ ഇതിൻ്റെ രൂപം കാണുമ്പോൾ മനസ്സിലാവും ക്രോസ് ഓവർ ആണെന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വലുതാണെന്ന് കാണാം. അപ്പോൾ ലൈറ്റാണെങ്കിൽ വലിയ ലൈറ്റാണ്, ഗ്രില്ല് വലുതാണ്, വീലുകൾ വലുതാണ്. ഇതിനകത്തേക്കുന്ന എൻജിൻ എന്ന് പറയുന്നത് 2.5 ലിറ്ററാണ്. അതിൻ്റെ കൂടെ 2 മോട്ടറുകളുണ്ട്. 2 മോട്ടർ എന്ന് പറയുമ്പോൾ മുന്നിലും പിന്നിലും ഓരോ മോട്ടറുകളാണ്. ഈ 350H എന്ന് പറയുന്നതിൻ്റെ H സ്റ്റാൻഡ്സ് ഫോർ ഹൈബ്രിഡ് ആണ്. എന്ന് വെച്ചാൽ 2 മോട്ടറുകൾ, ഒരു 4 സിലിണ്ടർ 2.5 ലിറ്റർ എൻജിൻ. ഇതിൻ്റെ ഒരു വീൽ ഡിസൈൻ നോക്കിയേ. ഇതിൻ്റെ വീലിൻ്റെ ഡിസൈൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ക്ലീൻ ജാപ്പനീസ് വീലുകളുടെ ആ ഒരു ഫൈനസ്, അതിന് ആ ഒരു ഭംഗി കാണണമെങ്കിൽ ഈ ലെക്സസ് നോക്കണമെന്ന് പറയാം. ഇതിൻ്റെ ഒരു സൈസ് നോക്കിയേ, 235/621 21 ഇഞ്ച് വീലുകളാണത്. പിന്നെ ഈ ഡോർ ഹാൻഡിൻ്റെ ഒരു പ്രത്യേകതകളും ഇതിന് മുകളിലുള്ള ചെറിയ ഇൻസെർട്ടും ഇവിടെ കാണുന്ന ഈ ഒരു ഭാഗം അല്ലെങ്കിൽ ഗ്ലാസ്സൊക്കെ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഒരു ക്രോസ് ഓവറാണ് RX 350H എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുക വശങ്ങളും നോക്കുമ്പോൾ. കണ്ടോ ഈ റൂഫ് നോക്കിയേ. പിൻവശത്തിൻ്റെ ഭംഗി ഈ ഗ്ലാസ്സിലും ഈ ഒരു സ്പോയിലറിലും മാത്രമല്ല, ഈ വലിയ ടെയിൽ ലാമ്പിലും കൂടെയാണ്. ലെക്സസ് എന്നുള്ള ഒരു ചെറിയ ലെറ്ററിംഗ് എല്ലാം ഉണ്ട്. പിന്നെ ഓൾ വീൽ ഡ്രൈവ് ആണിത്. RX 350H എന്നുള്ള ബോർഡ് കാണാം, അല്ലെങ്കിൽ മോണിക്കർ കാണാം. ഇത് വലിയ ബമ്പറിൻ്റെ അവിടെ ഒരു ചെറിയ ഇൻസേർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതും ഒരു ക്രോസ് ഓവർ ലുക്ക് പൂർണ്ണമാക്കാനായിട്ട് കൊടുത്തിട്ടുള്ള ഡിസൈൻ എന്ന് പറയാം. പിന്നെ ഇതിൽ റിയർ വൈപ്പർ കാണാട്ടോ. പക്ഷേ റിയർ വൈപ്പർ ഉണ്ട്, അത് മുകളിലാണ്. കണ്ടോ, ടൊയോട്ട ലെക്സസ് എല്ലാം മുകളിൽ നിന്ന് വൈപ്പർ വെച്ച് തുടങ്ങിയിട്ടുണ്ടല്ലേ. പിന്നെ ഈ ടെയിൽ ഗേറ്റ്, ഇത് പവർ ടെയിൽ ഗേറ്റാണ്. ഈ പവർ ടെയിൽ ഗേറ്റിൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സ്പെയർ വീലുണ്ട്, ചെറിയ സ്പെയർ വീലാണ്. പിന്നെ സീറ്റ് മടക്കലൊക്കെ നമുക്ക് ഇവിടെ തന്നെ പറ്റും. അതൊക്കെ മോട്ടറൈസ്ഡാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ക്ലോസ് ചെയ്യണേ. ലെക്സസിൻ്റെ ഇൻറ്റീരിയറിൽ അത് ഏത് വണ്ടി ആവട്ടെ, അതിനെക്കുറിച്ച് പറയുമ്പോൾ ദ തകുമി ടച്ച് എന്ന് പറയുന്ന ജാപ്പനീസിൻ്റെ ഒരു വൈദഗ്ധ്യം നമ്മളിവിടെ കാണണം. കാരണം ഇത് വണ്ടി നിർമ്മിക്കുന്ന അസംബ്ലി ലൈനിൽ മാത്രമല്ല, 25 വർഷത്തോളം പ്രവൃത്തി പരിചയമുള്ള ജാപ്പനീസ് എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കംഫർട്ടാണ് ഇവിടെ ഏറ്റവും വലിയ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിരിക്കുന്ന സീറ്റാണ്, ഈ സീറ്റിലെ അൽക്കണ്ടാര ഇൻസേർട്ടുകൾ അല്ലെങ്കിൽ നടുവിലെ ആ ഒരു ഇൻസേർട്ടുകളൊക്കെ തന്നെയും കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ സഹായിക്കുന്നുണ്ട്. ഒരിത്തിരി തൈ സപ്പോർട്ട് കുറവായിട്ട് തോന്നി ഫോർ എ വണ്ടി, അതായത് ഈ ഒരു വലിയ വണ്ടി എന്ന നിലയ്ക്ക് ഇതൊരു ലക്ഷറി സെഗ്മെൻറ്റാണ്. ഇവിടെ കട്ടൻ കൊടുത്തിട്ടുണ്ട്, ഇവിടെയൊക്കെ ഇൻസേർട്ടുകളുണ്ട്. പിന്നെ AC വെൻറ്റുകൾ, AC കൺട്രോൾസൊക്കെ കാണുന്നുണ്ട് ഈ സീറ്റിൽ. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുമ്പോൾ ലെഗ് റൂം, ന്യൂ റൂം, ഹെഡ് റൂമൊക്കെ ആവശ്യമുണ്ട്. ഈ ഒരു ഭാഗത്ത് മാത്രം കുറച്ചൊരിത്തിരി കുറവ് തോന്നും. ഇവിടെ കയറിയിരിക്കുമ്പോൾ നമുക്കറിയാം ഇതൊരു ലക്ഷറി ക്രോസ് ഓവറാണ്. അപ്പോൾ ഇതിൻ്റെ സീറ്റിൻ്റെ ഒരു ഗുണം നമുക്ക് കാണണം. അതായത് ഇരിക്കാനായിട്ട് നല്ല സുഖമുണ്ട്. ഇപ്പോൾ സുഖം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു കംഫർട്ട് ലെവൽ എന്ന് പറയുന്നത് നല്ലതാണ്. ലെക്സസ് വാങ്ങുന്നത് കംഫർട്ടാണ്. ഇത് ചാരിയിരിക്കാൻ റിക്ലൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് മുന്നോട്ടാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ കാണോ ഈ ചെറിയ ഇൻസേർട്ടുകളൊക്കെ തന്നെയും ഇതൊക്കെ ലക്ഷറിയുടെ ഭാഗമായിട്ട് കാണാം. ഇതാ ഇവിടെ ഒരു ചെറിയ ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഒത്തിരി പ്ലാസ്റ്റിക് ഫീൽ തോന്നുമെങ്കിലും ഇതാണ് ലെക്സസിൻ്റെ പിന്നിലെ AC പാനൽ. RX 350H കേട്ടോ. ഇവിടെ C പോർട്ടുകളുണ്ട്. ഇതാ വെന്റിലേറ്റഡ് സീറ്റും വാമർ സീറ്റും ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാം, ഇവിടെ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ബോസ് മോഡ് കാണുന്നുണ്ട്, ബോസ് മോഡ് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യങ്ങളെന്ന് പറയുന്നത് ഇതിൻ്റെ ഭംഗിയും അല്ലെങ്കിൽ കാര്യങ്ങളല്ല, ഇതിൻ്റെ പ്രായോഗികതയും പ്രാവർത്തികതയും ഇതിൻ്റെ ആ ഒരു റിഫൈൻമെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ലെക്സസിൻ്റെ ഗുണമായിട്ട് കാണുന്നത്. അതൊക്കെ നമുക്കിവിടെ വൃത്തിയായി തന്നെ കാണുന്നുണ്ട്. ഈ സൺറൂഫൊക്കെ സൺറൂഫിന് ഫിലിമൊക്കെ അടിച്ചിട്ടുണ്ട്, അത് നമുക്ക് ചൂടെടുക്കില്ല അതിനകത്തേക്ക് എന്നുള്ളതാണ്. പിന്നെ ലൈറ്റ് ഉണ്ടോ, ഇവിടെ നമുക്കൊരു കപ്പ് ഹോൾഡർ സിറ്റുവേഷൻ ഉണ്ട്.
ഇവിടെ നമുക്കൊരു ആംറെസ്റ്റും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടി ഈ ക്രോം ഇൻസെർട്ടുകൾ കാണാൻ ഭംഗിയുണ്ട്. ഇവിടെ ചൈൽഡ് സീറ്റിൻ്റെ ലെതറുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഇൻസേർട്ട് എന്ന് പറയുന്നത്, അൽക്കൻഡാറ ഇൻസേർട്ട് എന്ന് പറയുന്നത്. ഈ ഡോർ ഹാൻഡിലൊക്കെ ഈ ഡോർ ഹാൻഡിൽ പോകുമ്പോഴേ ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ കാണാം. ഇത് ലോക്ക് അൺലോക്ക് ബട്ടണാണ്. ഇതാണ് പവറിൻ്റെ സ്വിച്ച് എന്ന് പറയുന്നത്. ഇവിടെ ബോട്ടിൽ ഹോൾഡറുണ്ട്. ഇവിടെ എങ്ങനെ വലിക്കണം എന്നുള്ള ചെറിയ ഒരു ആരോ പോലുണ്ട്. അറ്റൻഷൻ ഡീറ്റെയിൽ ആണ്. ഇവിടെയുമുണ്ട് ആ ഇൻസേർട്ട്. മാർക്ക് ആൻഡ് ലെവിൻസിൻ്റെ ഒരു ലോഗോ കാണാം. ഈ കർട്ടനൊക്കെ പിന്നെ ലക്ഷറി വണ്ടികളുടെ ഭാഗമാണ്. അതിവിടെ ഈ വണ്ടിയിലും കാണാം എന്നുള്ളതാണ്. ഈ RX 350Hൻ്റെ സ്റ്റീറിംഗ് വീല്, ഇതിലെ ഈ ഒരു വുഡൺ ഇൻസേർട്ട്, ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു സ്ക്രീൻ കണ്ടോ, ഈ സ്ക്രീനിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഈ ഡാഷ്ബോർഡ് ഡിസൈൻ നോക്കി, ഈ ഡാഷ്ബോർഡിൻ്റെ മുകളിൽ വുഡൺ ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പൂട്ടാവുന്ന ഗ്ലോ ബോക്സ്, ഒരു ലക്ഷറി കാറിന് എന്തിനാണ് പൂട്ടാവുന്ന ഗ്ലോ ബോക്സ്, വാലെ പാർക്കിനൊക്കെ പറ്റും. വലിയ ഓണേഴ്സ് മാനുവലിൻ്റെ കാര്യം കണ്ടോ, ഈ ലെക്സസിൻ്റെ മൾട്ടിമീഡിയയ്ക്ക് വേറെ, വണ്ടിയുടെ ഓണേഴ്സ് മാനുവൽ വേറെ, ഇതൊക്കെ തന്നെയും ഒരു പ്രത്യേകതയായിട്ട് പറഞ്ഞ കാര്യമാണ്. പിന്നെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് കാണാം. ഇതിനകത്ത് കൊടുത്തുള്ള ഈ ലൈനിങ് എല്ലാ വണ്ടിക്കും വേണം ഞാൻ ആഗ്രഹിക്കാറുണ്ട്. കാരണം പല വണ്ടികൾക്കും ഇത് എന്ന് പറയുന്നത് കിരീരാന്ന് റാറ്റിൽ ചെയ്യാറുണ്ട്. ഇവിടെ ആ പ്രശ്നമില്ല. പിന്നെ ഈ 14 ഇഞ്ച് ഇലക്ട്രോ മൾട്ടി വിഷൻ എന്ന് പറയുന്ന ഈ വലിയ സ്ക്രീനുണ്ടല്ലോ, ഈ സ്ക്രീനകത്ത് നമുക്ക് സെറ്റിങ്സിനാണെങ്കിലും അതല്ല കാറിൻ്റെ കാര്യങ്ങളാണെങ്കിലും അതല്ലെങ്കിൽ കോൾ കാര്യങ്ങൾ അല്ലെങ്കിൽ മീഡിയ, മാപ്പ്, നാവിഗേഷൻ എല്ലാം കാണാം. ഇവിടെ ഫ്രണ്ട് റിയർ ക്ലൈമറ്റോണിക്കിൻ്റെ കാര്യങ്ങളുണ്ട്. ടെമ്പറേച്ചർ നമുക്ക് ഇവിടെ അതിനകത്ത് കാണാം. അത് രസമുണ്ട്. അപ്പോൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വലിയ സ്ക്രീനാണ് ഈ 14 ഇഞ്ച് എന്ന് പറയുന്നത്. ഇവിടെ വോളിയം കൂട്ടാൻ കുറേ ഓപ്ഷൻ ഉണ്ട്. ഫ്രണ്ട് ഡിഫോഗർ, ബാക്ക് ഡിഫോഗർ ഒക്കെ കാണാം. അപ്പോൾ ഇത് അത്യാവശ്യം ഇൻറ്റ്യൂറ്റീവായിട്ടുള്ള അത്യാവശ്യം റെസ്പോൺസീവായിട്ട് സ്ക്രീനേ പറയുള്ളൂ. മെഴ്സീഡീസ് ബെൻസിൻ്റെയോ BMW സ്ക്രീനുകളായിട്ട് കമ്പാരിസൺ ഒന്നുമില്ല. പക്ഷേ കാര്യം നടക്കാവുന്ന നല്ലൊരു സ്ക്രീനാണെന്ന് പറയാം. ഇതാണ് പവർ ബട്ടൺ എന്ന് പറയുന്നത്, സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ എന്ന് പറയുന്നത്. പവറും സ്റ്റാർട്ട് സ്റ്റോപ്പ് ഒന്നാണ് ഇതിനകത്ത്. ഇത് ഒരു ECVT ഉള്ള ഹൈബ്രിഡ് ആണല്ലോ. നോക്കിയേ, AC വെൻറ്റുകളുടെ ഒരു ഡിസൈൻ നോക്കിയേ, AC വെൻറ്റുകളാണിത്. ഇവിടെ AC വെൻറ്റ് തുറക്കാൻ അടയ്ക്കാനുള്ള ഓപ്ഷൻ കാണാം. ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് ക്ലോസ് ചെയ്യാനായിട്ടേ നമുക്കൊരു ഷട്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഷട്ടർ തുറന്നാൽ നമുക്കതിനകത്ത് ആ ഒരു സംഗതികളൊക്കെ കാണാം. വയർലെസ് ചാർജിങ് പോർട്ടുണ്ട്, വലിയ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ ഒന്നുകൂടി നോക്കി കഴിഞ്ഞാൽ നമുക്ക് C പോർട്ടും A പോർട്ടൊക്കെ കാണാം. ഇവിടെ ഈ മൊബൈൽ ഉണ്ടല്ലോ, ഈ മൊബൈൽ ഞാൻ ഇവിടെ വെച്ചേക്കാണ്, കൊണ്ടു വെച്ചു. എനിക്കത് എടുക്കണം. അപ്പോൾ ലെക്സസിനോട് ചോദിച്ചാൽ ലെക്സസ് അത് പൊക്കി തരും. അപ്പോൾ നമുക്കതിനെടുത്ത് ഉപയോഗിക്കാം. അതുപോലെ കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ ബട്ടൺ, CV മോഡ് അല്ലെങ്കിൽ ഓട്ടോ ഹോൾഡ് മോഡ്, പാർക്ക് ബ്രേക്ക്, ESP, ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം അല്ലെങ്കിൽ മൾട്ടി മോഡ് സിസ്റ്റം, ഷിഫ്റ്റർ ഒക്കെ കാണുന്നത് കുഞ്ഞ് ഷിഫ്റ്ററാണ്. ഇതെല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മളിരിക്കുന്ന ഒരു ലക്ഷൂറിയസ് പ്ലേസിലാണെന്ന് മനസ്സിലാക്കാൻ ഇതിനകത്ത് വെറുതെ കയറിയിരുന്നാൽ മതിയാവും. ഇപ്പോൾ ഈ ഒരു വിന്യാസമാണെങ്കിലും ഇതിനകത്തുള്ള കാര്യങ്ങളാണെങ്കിലും ഈ ഒരു കൺസോളിൻ്റെ ഒരു പൊസിഷനാണെങ്കിലും ഒക്കെ പെർഫെക്റ്റ് ആണ്. അതായത് എർഗണോമിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ള വണ്ടികളെ ലെക്സസ് എന്ന് ലളിതമായിട്ട് പറയാമല്ലോ. അതിൻ്റെ കാര്യമുണ്ട്. സ്റ്റിയറിംഗിൻ്റെ സൈസ് കൊള്ളാം, സ്റ്റിയറിംഗിൻ്റെ സൈസ് നല്ലതാണ്. പിന്നെ ഈ ഹാപ്റ്റിക് ഫീൽഡിലെ ബട്ടൺസ് യൂസ് ചെയ്യാൻ എളുപ്പമുണ്ട്. ഇവിടെ കൈ വയ്ക്കാൻ ബുദ്ധിമുട്ടില്ല, ഇവിടെ കൈ വയ്ക്കാൻ ബുദ്ധിമുട്ടില്ല. ഈ ആംറെസ്റ്റ് നമുക്ക് അങ്ങോട്ടും തുറക്കാം, ഇനി അപ്പുറത്തെ ആൾക്ക് വേണമെങ്കിൽ അത് ഇങ്ങോട്ടും തുറക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊള്ളാം. അതായത് രസമായിട്ട് ഇരുന്ന് യാത്രയാവുന്നൊരു വണ്ടി. അതിൻ്റെ കൂടെ ഒരു വലിയ ടെക്നോളജി വണ്ടിക്കകത്തുണ്ടാണ് ഈ CVT ഉള്ള ഹൈബ്രിഡ് ടെക്നോളജി എന്ന് പറയുന്നത്. ലെക്സസിലും ടൊയോട്ടയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. ഈ സ്റ്റിയറിംഗ് വീലിൽ ഇത് ഹോൺ പാഡ്, ഇവിടെ ഒരു ബട്ടൺസ് ഉണ്ട്, ബട്ടൺസിൻ്റെ വിന്യാസമുണ്ട്. അത് നമ്മൾ കൈ ഓടിക്കുമ്പോൾ കേട്ടോ, ഇതിങ്ങനെ ഓടിക്കുമ്പോൾ നമുക്ക് അവിടെ നമ്മൾ കൈ മറയുന്നത് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. വോളിയം അല്ലെങ്കിൽ നെക്സ്റ്റ്, പ്രീവിയസ്, കോൾ ബട്ടൺസാണ്. അതേപോലെ വലതുവശത്ത് നമുക്ക് കാണാൻ പറ്റും അഡാസിൻ്റെ സിസ്റ്റമാണ്. ഈ അഡാസിൻ്റെ സിസ്റ്റത്തിനകത്തോടെ നമുക്ക് കൈ ഓടിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും മാറി മാറി വരുന്നത് കാണാം. അവിടെ നമുക്ക് മീറ്റർ ക്ലസ്റ്ററിൻ്റെ ഡിസ്പ്ലേ മാറ്റാൻ പറ്റും. ഏത് ഡിസ്പ്ലേ വേണം, 3 മീറ്ററിലെ ഡിസ്പ്ലേ വേണോ, അതുപോലെ നാവിഗേഷൻ നടുവിൽ വേണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്യാം. അതുപോലെ ഡിസ്പ്ലേയുടെ ഓരോരോ ആവശ്യങ്ങൾ നമുക്ക് നിറവേറ്റാൻ പറ്റും. അപ്പോൾ സ്റ്റിയറിംഗ് വീലിൻ്റെ മുകളിലല്ല ട്രിപ്പ് മീറ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ട്രിപ്പ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് നമുക്കിവിടെ ഇപ്പുറത്തായിട്ട് കാണാം ഓടോ ട്രിപ്പ് എന്ന് പറയുന്നത്, ഓടോയും ട്രിപ്പ് മാറ്റാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒരു വിർച്വൽ കോക്ക്പിറ്റ് എന്ന് വിളിക്കുന്ന ഒരു കാര്യമായിട്ട് കാണാവുന്ന കാര്യമാണ്. ഇവിടെ നമുക്ക് ഡ്രൈവർ സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുന്ന പോലെയാണല്ലോ ആ ഒരു വലിയ എന്താ പറയുക സ്ക്രീൻ എന്ന് പറയുന്നത്. ഇവിടെ സീറ്റിൻ്റെ മെമ്മറി ഫങ്ഷൻസ് ഉണ്ട്. ഇവിടുത്തെ ഫ്യൂലും ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺസ് കാണാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇൻറ്റ്യൂറ്റീവ് ആണ്. അതുപോലെ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റും, യൂസർ ഫ്രണ്ട്ലി ആണ്. ആസ് എ ലെക്സസ് ഇത് എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു ഡ്രൈവറുടെ ഫോക്കസിലാണെന്നുള്ളതാണ്. ഇവിടെ നമുക്ക് HUDയുടെ ഡിസ്പ്ലേ കാണാം, ഡിസ്പ്ലേയുടെ ആ ഒരു പ്രൊജക്ടർ കാണാം. ഇതാണ് ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഡാഷ്ബോർഡിൻ്റെ ഈ തട്ടൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട് എന്നുള്ള പറയാനുള്ളത്. ഇവിടെ ഉണ്ടോ, ഇതാണ് മിറർ എന്ന് പറയുന്നത്. പിന്നെ ഈ വൈസറിൽ നമുക്കൊരു ചെറിയ കണ്ണാടി കാണാം. ഈ സീറ്റ് കൊള്ളാം, ഈ സീറ്റിൻ്റെ ബോൾസ്റ്റിങ് കൊള്ളാം, ഈ സീറ്റിൻ്റെ ഇൻസേർട്ട് കൊള്ളാം, ഈ സീറ്റിൻ്റെ ഹെഡ് റെസ്റ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട്. കണ്ടോ സീറ്റിൻ്റെ അവസ്ഥ. ഇതാണ് ഈ വണ്ടിയുടെ ഡോർ പാഡ്. ഈ സ്വിച്ചുകളൊക്കെ കാണില്ലേ, ഇവിടെ ഡോർ ഹാൻഡിൽ കാര്യം പറയുമ്പോൾ ഇത് ഈ ലാച്ച് സിസ്റ്റമാണ്. നമ്മൾ സാധാരണ കാറുകൾ കാണുന്ന പോലെ ഒരു ലിവർ വലിക്കുമ്പോൾ കേബിൾ പോയി തുറക്കല്ല, ഇത് ഇലക്ട്രിക് ആണെന്നുള്ളതാണ്. സ്പേസ് ഉണ്ട്. അതുപോലെ ഈ ഒരു റണ്ണിങ് ബോർഡ് കവർ ചെയ്തിട്ടാണ് ഡോറിൻ്റെ ബാക്കി നിൽക്കുന്നത്. ഇത് ഒരു ഹൈബ്രിഡ് ആണല്ലോ. ഇത് 2.5 ലിറ്റർ എഞ്ചിനാണ്, 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. ഇതിൻ്റെ മോട്ടറുകളും എഞ്ചിനും കൂടി കമ്പൈൻ ചെയ്തിട്ട്
246 HP പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കൂടാതെ 316 Nm ടോർക്കുണ്ട്. ഇതിൻ്റെ കൂടെ ECV ടേണതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ താഴെ ലിങ്ക് കൊടുക്കാം, അവിടെ പോയി നോക്കിയാൽ മതി. അതൊരു ഹൈ ക്രോസിൻ്റെ വീഡിയോ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വണ്ടിയെക്കുറിച്ചൊരു ചുറ്റി നടന്ന് കാണാനുള്ള കാര്യങ്ങളോട് പറയുള്ളൂ. ഇതിൻ്റെ വില ഞാൻ താഴെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്നത് ഒരു എൻജിനീയറിങ് മാർവലാണ്. ലൈക്ക് ECV പോലുള്ള കാര്യങ്ങൾ, കൂടാതെ ഇതിനകത്ത് ഞാൻ പറഞ്ഞ സീറ്റിൻ്റെ കാര്യം, ഇൻറ്റീരിയറിൻ്റെ കാര്യം, സൗണ്ട് സിസ്റ്റം കൂടിയിട്ട്. അപ്പോൾ ഇത് ഓടിക്കാൻ എങ്ങനെയുണ്ടെന്ന് ഓടിച്ച് നോക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഓടിക്കുകയാണെങ്കിൽ ഒരു പ്രോപ്പർ റിവ്യൂ ഞാൻ ഈ വണ്ടിയെക്കുറിച്ച് ചെയ്യുന്നതായിരിക്കും. RX 350H പോലെ ഈ NX-ഉം അല്ലെങ്കിൽ NX 350H-ഉം ഹൈബ്രിഡാണ്, ഓൾ വീൽ ഡ്രൈവ് ആണ്. അപ്പോൾ ഈ വണ്ടിയും ആ വണ്ടിയും തമ്മിലുള്ള വ്യത്യാസമൊന്നും ഞാൻ പറയില്ല. ഇതിൻ്റെ ഫീച്ചേഴ്സാണ് കൂടുതൽ പറയാൻ പോകുന്നത്. ഇതും ലക്ഷറി ക്രോസ് ഓവർ തന്നെയാണ്, ലക്ഷറി ക്രോസ് ഓവർ SUV ആണിത്. ഈ വണ്ടിയുടെ മുൻവശത്തെ ഗ്രില്ല് നോക്കിയേ. ആ ഗ്രില്ലിനകത്ത് ക്യാമറ ഉണ്ട്, സെൻസറുകളുണ്ട്, 2 ഫോഗ് ലാമ്പുകളുണ്ട്. ഹെഡ് ലാമ്പുകൾ കാണാം, വലിയ ബോണറ്റ് ഷെല്ല്, വലിയ ഗ്ലാസ് ഏരിയ. ഈ വശങ്ങളിലേക്ക് നോക്കുമ്പോൾ ഇതൊരു ക്രോസ് ഓവറാണ് അല്ലെങ്കിൽ ക്രോസ് ഓവർ SUV ആണെന്ന് മനസ്സിലാവുന്നത് ഈ വശത്തെ പ്രൊഫൈലിൻ്റെ ഈ ഒരു ഗാംഭീര്യം കൊണ്ടാണ്. വിൻഡോ ബോർഡർ ലൈനും വിൻഡോയുടെ മുകളിലെ മിററും അവിടെ കാണുന്ന ബാക്കിലെ ആ ഒരു സി പില്ലർ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും RX-ഉം NX തമ്മിലുള്ള വ്യത്യാസം പ്രകടമായിട്ട് നമുക്ക് വശങ്ങളിൽ മനസ്സിലാവും. വശങ്ങളിലല്ല, എല്ലായിടത്തും മനസ്സിലാവും, പക്ഷേ വശങ്ങളാണ് കുറച്ചുകൂടി കൂടുതൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുക. വീൽ നോക്കിയാൽ ഈ വീലിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക NX ആണോ RX ആണോ? എനിക്കിത് കാണാൻ നല്ല ഭംഗിയായിട്ട് വന്നു. 235/50 R20 കുറച്ച് സൈസ് കുറവാണ് വീലിന്. ഈ ഒരു വീൽ ആർച്ചും അല്ലെങ്കിൽ SUV-യുടെ പോലുള്ള ഒരു ചുറ്റപ്പെട്ട ക്ലാഡിങ് എല്ലാം കാണാം. ഈ ലൈറ്റിനുമുണ്ട് RX-ഉമായിട്ട് NX-ന് പ്രകടമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇതൊക്കെ ഈ ലൈറ്റുകളുടെ ഒരു വിന്യാസം കണ്ടോ. ലെക്സസ് NX 350H ഓൾ വീൽ ഡ്രൈവ്. ഇവിടെ വൈപ്പർ താഴെയാണ്, മറ്റത് വൈപ്പർ മുകളിലാണ്. ഒരു വലിയ സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. ഡിഫോഗർ ഉണ്ട്. പിന്നെ ഇതും പവർ ടെയിൽ ഗേറ്റ് തന്നെയാണ്. പവർ ടെയിൽ ഗേറ്റ് തുറക്കുമ്പോൾ നമുക്ക് പാർട്സ് ഷെൽഫ് ഉയർന്നു പോകുന്നത് കാണാം. ഇവിടെ ബട്ടൺസ് ഇല്ല, അതായത് സീറ്റ് മടക്കാനായിട്ട്, പക്ഷേ വലിയ ബൂട്ട് ഏരിയ നമുക്കിവിടെ കാണാം. ഇത് NX 350H ലക്ഷറിയാണ്, ഓവറോൾ മോഡലല്ല. ഇതിനകത്തുള്ളതും ഒരു 2.5 ലിറ്റർ ഹൈബ്രിഡ് എഞ്ചിൻ തന്നെയാണ്. എന്ന് വെച്ചാൽ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനും വിത്ത് 2 മോട്ടേഴ്സും. ഈ 2 മോട്ടറുകളെന്ന് പറയുന്നത് മുന്നിലും പിന്നിലുമാണ്. അതാണ് ഇതിന് ഓൾ വീൽ ഡ്രൈവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് ഈ വണ്ടിക്കും ഏറെക്കുറെ 270 Nm ടോർക്കുണ്ട്. കൂടാതെ 246 bhp പവറുണ്ട്. ഇതിൻ്റെ പവറും അല്ലെങ്കിൽ ടോർക്കും ഫിഗറുകളൊക്കെ മോട്ടറിൻ്റെയും എഞ്ചിൻ്റെയൊക്കെ വ്യത്യാസമാണ്. ഞാൻ പറഞ്ഞതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഫിഗറാണ്. എനിക്കിതിൻ്റെ ഡാഷ്ബോർഡും സീറ്റിൻ്റെ കളർ തീമൊക്കെ ഇഷ്ടപ്പെട്ടു. ഇവിടെയുമുണ്ട് ആ ഒരു പുഷ് ചെയ്താൽ താഴെ നിന്ന് പൊന്തി വരുന്ന ഒരു കപ്പ് ഹോൾഡർ തോന്നി, പക്ഷേ അവിടെ പുഷ് ചെയ്താൽ പൊന്തി വരുന്ന കപ്പ് ഹോൾഡർ ഇല്ല. ഗിയർ ലിവർ കണ്ടോ, ഈ ഗിയർ ലിവർ ചെറുതാണ്. ഇതവിടെ ഓട്ടോ ഹോൾഡും പാർക്ക് ബ്രേക്കും അല്ലെങ്കിൽ ESP ഓഫ് ചെയ്യാനുള്ള മോഡുകളും EV മോഡിൻ്റെ ബട്ടൺസ് കാണാം. ഇവിടെ RX കണ്ട പോലെ കമ്പാർട്ട്മെൻ്റ് അല്ല, പകരം ഒരു വയർലെസ് ചാർജിങ് പോർട്ടാണ് കാണുക. ഇവിടെ ഈക്കോ സ്പോർട്ട് നോർമലിനുള്ള എഞ്ചിൻ സെലക്ഷൻ അല്ലെങ്കിൽ ഡ്രൈവ് സെലക്ടർ മോഡുകളുണ്ട്. പിന്നെ വലിയ സ്ക്രീനാണ്. ഈ സ്ക്രീനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇൻറ്റ്യൂറ്റീവാണ്, റെസ്പോൺസീവാണ്. ക്ലൈമറ്റ് കാര്യങ്ങളും അല്ലെങ്കിൽ മാപ്പും എല്ലാം ഉള്ള സ്ക്രീനും ഇതിൻ്റെ ഈ ഒരു സ്ക്രീൻ എന്ന് പറയുന്നത് ഇൻറ്റ്യൂറ്റീവാണ്, റെസ്പോൺസീവാണ്. ഇവിടെ ഞാൻ എനർജി ഫ്ലോ ആണ് ഇട്ടത്, ബാറ്ററി, മോട്ടർ, എഞ്ചിൻ. ഇവിടെ മ്യൂസിക് ഉണ്ട്. അതുപോലെ ഇവിടെ കോൾ സെറ്റിങ്സ്, ഇവിടെ വെഹിക്കിൾ സെറ്റിങ്സ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഞാൻ എനർജി ഫ്ലോ ഇട്ടുന്നേ ഉള്ളൂ. ഇത് സ്റ്റിയറിംഗ് ഹീറ്റ് ചെയ്യാനുള്ളതാണ്. ഇവിടെ വെന്റിലേറ്റർ സീറ്റ്, ഇത് പൊസിഷൻ മാറ്റാൻ ഇവിടെ നമുക്ക് മെനു എടുക്കാം. ഈ മെനു എടുക്കുമ്പോൾ മാക്സ് സീറ്റ്, സൈലൻറ്റ്, ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ, അതായത് ഫ്രീക്വൻ്റ് യൂസ്ഡ് അതുപോലുള്ള കാര്യങ്ങളാണ്. ഹെഡ്സപ്പ് ഡിസ്പ്ലേയുടെ കാര്യങ്ങളുണ്ട്, വെഹിക്കിൾ ആക്സറീസിൻ്റെ കാര്യങ്ങളുണ്ട്, ഡ്രൈവിംഗ് അസിസ്റ്റിൻ്റെ കാര്യങ്ങളുണ്ട്. AC ഡുവൽ സോൺ ആണ്. ഈ ഡുവൽ സോൺ ACയുടെ ഈ ഡയലിനകത്ത് കാണിക്കുന്ന ഈ നമ്പേഴ്സ് മാറുന്നതൊക്കെ നല്ല രസമായിട്ട് തോന്നി. പിന്നെ അതേ താഴെ കൊടുത്തിട്ടുള്ള ഡിഫോഗർ ബട്ടൺസും, ഇവിടെ ക്യാമറയുടെ ആ ഒരു ബട്ടൺ ഉണ്ട്. ക്യാമറയുടെ ബട്ടണിൽ നമുക്ക് റിവേഴ്സാണ് ഇട്ടതെങ്കിൽ മാത്രമാണല്ലോ ആ ഒരു സംഗതി കാണാൻ പറ്റൂ. അപ്പോൾ റിവേഴ്സാണ് ഇട്ടുന്നതെങ്കിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അവിടെ 360 ക്യാമറ വരും. ഓക്കെ, അപ്പോൾ ഞാനത് പാർക്കിലേക്ക് ആട്ടെ, കാരണം അവിടെ നിർത്തുമ്പോൾ റിസ്ക്കാണ്. ഇവിടെ AC വെൻറ്റുകളുണ്ട്. ഇവിടെ എൻജിൻ അല്ലെങ്കിൽ ഡ്രൈവ് മോഡ് സെലക്ടറാണ്. ഇതാണ് വയർലെസ് ചാർജിങ് ബോർഡ്. പിന്നെ കപ്പ് ഹോൾഡറിനകത്ത് ആ ഒരു പൊങ്ങി വരുന്ന സംഗതിയില്ല, അത് RX-നകത്ത് കണ്ടു, NX-നകത്തില്ല. ഇത് ക്യൂട്ടായിട്ടുള്ളൊരു ഗിയർ ലിവറും അല്ലെങ്കിൽ ആ ഒരു പാർക്ക് അല്ലെങ്കിൽ അതിൻ്റെ സെറ്റിങ്സാണ്. സ്പോർട്സ് മോഡ് ഉണ്ട്, ഇത് ഓട്ടോ ഹോൾഡ്, ഇത് EV മോഡ്, ഇത് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനും, ഇത് ട്രാക്ഷൻ മോഡുകളും, ഇത് ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്കും. ഇതൊക്കെ ഈ ഒരു ആംബ്രസ്റ്റ് നമുക്ക് അപ്പുറത്തുനിന്നും ഇപ്പുറത്തും തുറക്കാം. അത് ലെക്സസിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഗ്ലോ ബോക്സ്, ലോക്ക് ചെയ്യാവുന്ന ഗ്ലോ ബോക്സാണ്, അതും ലെക്സസിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് ഭംഗിയുണ്ട്. ഇവിടെ ഒരു പ്ലാസ്റ്റിക് ഒക്കെ സോഫ്റ്റാണ്, അതായത് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും സോഫ്റ്റായിട്ടാണ് വരിക, അതറിയാലോ. പിന്നെ സീറ്റിൻ്റെ ബോൾസ്റ്ററിങ് കൊള്ളാം, സീറ്റിൻ്റെ ഹെഡ് റെസ്റ്റ് കൊള്ളാം, ഈ സീറ്റിൻ്റെ ഈ ഒരു ഇരിക്കുന്ന തൈ സപ്പോർട്ടൊക്കെ കൊള്ളാം. പിന്നെ
ഡോർ ഹാൻഡിൽ, ഈ ലാച്ച് എന്ന് പറയുന്ന ഡോർ ഹാൻഡിലും പവർ വിൻഡോ ബട്ടൺ, ലോക്ക് ആൻഡ് ലോക്ക് ബട്ടൺ കാണാം. ഇതിനുമുണ്ട് മാർക്ക് ആൻഡ് ലെവൻസിൻ്റെ ഓഡിയോ സിസ്റ്റം. അതാണ് AC വെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, RXും NXും ഓൾ വീൽ ഡ്രൈവ് ആണ്. പക്ഷേ ലക്ഷൂറിയസ് ഏതാ? അത് RX ആണ്. അതിലും കൂടുതൽ എല്ലാം. ഇനി ക്ലസ്റ്ററിനകത്തേക്ക് വന്നാൽ, ഈ ക്ലസ്റ്ററിനകത്ത് കൂടെ നമ്മൾ കൈ ഓടിക്കുമ്പോൾ നേരത്തെ കണ്ട കാര്യങ്ങളൊക്കെ തന്നെ എവിടെയും കാണാൻ പറ്റുക. ഇവിടെ റെഡി എന്നുള്ളത് കാണുന്നത് നമ്മുടെ വണ്ടി ഓടാൻ റെഡി ആണെന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കാര്യങ്ങൾ മാറ്റി അഡാസിൻ്റെ കാര്യങ്ങൾ, ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ആക്കാൻ കൈ ഓടിക്കുമ്പോഴേ ഇടയ്ക്ക് തെറ്റി പോകുന്നുണ്ട്. അതായത് ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു സ്റ്റിയറിംഗ് വീൽ. ഈ സ്റ്റിയറിംഗ് വീലിന് പാഡ് ഷിഫ്റ്റ് കാണാം. ഇതാണ് സ്റ്റാക്കുകൾ എന്ന് പറയുന്നത്. ഇവിടെയും ഒരു സ്റ്റാക്കുകൾ കാണാം, ഓട്ടോ ഹെഡ് ലാംപ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഡിസ്പ്ലേ ഒന്നുകൂടി മാറ്റിയിട്ട് ഫ്യൂൽ കൺസപ്ഷൻ ആണോ, അതായത് മുഴുവൻ ഡിസ്പ്ലേ അല്ല ഇവിടെ മാറുന്നത്. ഇവിടെ നടുവത്തെ ഡിസ്പ്ലേ ഏത് മാറ്റം എന്നുള്ള കേട്ടോ. ആ ഓഡോമീറ്റർ ട്രിപ്പ് മീറ്ററിൻ്റെ ഒരു ബട്ടൺസ് കണ്ടോ. പിന്നെ ഫ്യൂൽ ഇവിടെ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ളത്. ഈ ഡോർ പാഡിലെ സ്വിച്ചുകളൊക്കെ കാണാം. പിന്നെ ഡോർ പാഡിലാണ് മെമ്മറി സീറ്റ്. RXൽ അവിടെയാണെങ്കിൽ ഡോർ പാഡിലാണ്. ഇവിടെ ഈ ഒരു വുഡൻ പാനലുണ്ട്. ഇവിടെയാണ് ആ ഒരു ഈ ലാച്ചിൻ്റെ ഓപ്പണിങ് ക്ലോസ്. ഈ ആരോ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ പറ്റും. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കി തരും. ഇവിടെ ഒരു ഇൻസേർട്ട് ഉണ്ട് ലെതറിൻ്റെ. വലിയൊരു കപ്പ് ഹോൾഡറും ബോട്ടിൽ ഹോൾഡറും കാണാം. പിന്നെ ഇവിടുത്തെ ഓർഗൻ ടൈപ്പ് ഈ ത്രോട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എല്ലാ കാറും ഇഷ്ടമാണ്. അത് ഇതിൽ കുറച്ച് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ പൊസിഷനും അല്ലെങ്കിൽ സ്റ്റിയറിംഗ് വീലിൻ്റെ ഒരു സൈസൊക്കെ കൊള്ളാം. ഇവിടെയും ഈ സ്ക്രീനും ഈ സ്റ്റിയറിംഗ് വീലും അല്ലെങ്കിൽ ഈ പവർ ബട്ടണും ഈ കൺസോളും എല്ലാം കൂടി ചേർന്നിട്ട് ഡ്രൈവർക്ക് സ്വന്തമായിട്ടൊരു സ്പേസ് ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്നുണ്ട് ലെക്സസ് എന്നുള്ളതാണ്. ലെക്സസിൻ്റെ ഫൈൻ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ അത് ഓടിക്കുമ്പോൾ നമുക്ക് എഞ്ചിൻ്റെ ശബ്ദം പോലും അകത്ത് കേൾക്കില്ല, വളരെ സൈലൻ്റ് ആയിരിക്കും. അതുപോലെ റിഫൈൻമെൻറ്റ് അങ്ങേറ്റാണ്. അതൊക്കെ ഓടിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ ചെറിയ ചെറിയ ക്ലെവർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതായത് ഈ സ്ക്രീനിൻ്റെ ഒരു പൊസിഷനിങ്ങും ഈ മിററിൻ്റെ ഒരു കാര്യം, അതുപോലെ ലോക്ക് ചെയ്യാവുന്ന ആ ഗ്ലോ ബോക്സും. നോക്കിയേ, ഈ സൺവൈസറിലൊരു മിററുണ്ട്. ഓക്കെ, പക്ഷേ ഈ സൺവൈസറിൽ ചെറിയൊരു ടിക്കറ്റ് ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. അത് കാർഡൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. അതൊക്കെ നല്ല കാര്യമാണ്. ഈ ഒരു ഭാഗം കൊള്ളാം. ഇവിടെ സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റിയറിംഗ് പിടിക്കാൻ നൈസ് ടു ഹോൾഡാണ്. അതുപോലെ ഓട്ടോ ഹെഡ് ലാംപ്സിൻ്റെ ആ ലൈറ്റ് ഓൺ ആണെങ്കിൽ അവിടെ ആ ഒരു ലൈറ്റ് കത്തുന്നുണ്ട്, ഒരു പച്ച ലൈറ്റ് കത്തുന്നുണ്ട്. അത് രസമായിട്ട് തോന്നി. പിന്നെ ഇൻഡിക്കേറ്ററുകളൊക്കെ നമുക്ക് സ്റ്റാക്ക് ഇടതുവശത്തും വൈപ്പർ വലതുവശത്താണ്, ജർമ്മൻ കാറുകളുടെ പോലെ. ഈവൻ ജാപ്പനീസ് കാറാണെങ്കിലും. അപ്പോൾ കൊള്ളാം. ഇവിടെ പിന്നിൽ AC വെൻ്റ് മാത്രമേ ഉള്ളൂ, കൺട്രോൾസ് ഇല്ല. അപ്പോൾ ഡുവൽ സോൺ AC ആണ്. ഈ സീറ്റിനും തൈ സപ്പോർട്ട് എടുത്ത് കുറവായിട്ട് തോന്നി. പക്ഷേ ഇവിടെ ലെഗ് റൂം, ഹെഡ് റൂം, നീ റൂമൊക്കെ നമുക്ക് RXൻ്റെ അത്ര ഇല്ല NX എന്ന് പറയാം. ഒരു കമ്പാരിസൺ വേണ്ടി പറഞ്ഞല്ല, കാഷ്വലായിട്ട് പറഞ്ഞാണ്. ഇവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇത് പ്ലാസ്റ്റിക് അല്ല, ഇതൊരു ലെതർ അല്ലെങ്കിൽ ലെതർ റാപ്പറാണ്. നമ്മളവിടെ കണ്ടത് പ്ലാസ്റ്റിക്കാണ്. സീറ്റ് പോക്കറ്റുകളുണ്ട്, AC വെൻ്റ് ഉണ്ട്, സീ പോർട്ട്, ചാർജിങ് പോർട്ട് ഒക്കെ തന്നെ കാണാം. അപ്പോൾ ഇവിടെ ഇരിക്കാൻ സുഖം കേട്ടോ. ഇതിൻ്റെ റിക്ലൈനിങ് ഞങ്ങളൊക്കെ കൊള്ളാം. ഇവിടെ ഒരു ചെറിയ വെൻ്റ് കണ്ടോ. ഈ വെൻ്റ് എന്താ അറിയോ, ഇത് ബാറ്ററി കൂളിംഗ് ആണ്. ബാറ്ററി കൂൾ ചെയ്യാനുള്ള വെൻ്റാണ്. മധു ബാലകൃഷ്ണനും ജയസൂര്യയും സൗബിൻ സാഗറും ഉണ്ട്. പക്ഷെ അവിടെ കട്ടനില്ല. ഇതാണ് ബാക്കിലെ ഡോർ പാഡിൻ്റെ ഡോർ ഹാൻഡിലും സ്വിച്ചുകളും. സംഭവം നമ്മൾ രണ്ട് വണ്ടികൾ കണ്ടു. രണ്ട് വണ്ടികൾ ചുറ്റി കിടന്ന് കണ്ടു. അകത്ത് കയറിയിരുന്നു, എഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, വണ്ടിയുടെ പ്രത്യേകതകൾ പറഞ്ഞു, അകത്തിരിക്കാൻ എങ്ങനെ, നടന്നു നോക്കാൻ. ഒരു ലേമാൻ പെർസ്പെക്റ്റീവിൽ ഒരാൾ വന്ന് ലെക്സസിൻ്റെ മോഡലുകൾ കാണുന്നത് എങ്ങനെ എന്നുള്ള ഒരു സാധാരണ ഒരാളുടെ ഒരു ലെവലാണ് ഞാൻ വന്ന് കണ്ടത്. അതായത് വണ്ടി ഓടിക്കാൻ പോകുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതുപോലെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കുറച്ച് കാര്യങ്ങൾ, സസ്പെൻഷൻ്റെ ഫീല്, അതല്ലെങ്കിൽ എഞ്ചിൻ്റെ പെർഫോമൻസ്, ഓക്കെ, അത് 6.9 സെക്കൻഡിൽ 100 എത്തുന്ന വണ്ടിയാണ് നമ്മൾ ആദ്യം RX 350H എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ ഇല്ലല്ലോ. നമ്മൾ വണ്ടി കാണുന്നേ ഉള്ളൂ, വണ്ടിയുടെ കാര്യങ്ങൾ അറിയുന്നേ ഉള്ളൂ, ഓടിച്ചു നോക്കുന്നില്ല. ഓക്കെ, അപ്പോൾ എല്ലാ വണ്ടികളും ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതിനേക്കാളും ഓടിച്ചു നോക്കി വീഡിയോ എന്നുള്ള ഗുണം എന്ന് പറയുന്നത് നമുക്ക് വണ്ടിയുടെ ഒരു കണക്ഷൻ ഫീൽ ചെയ്യും. ഇതിപ്പോൾ നമ്മൾ വന്ന് നമ്മുടെ ഒരു ഉള്ളിനകത്തെ ഒരു കൊച്ചുകുട്ടിയുണ്ടല്ലോ, അതായത് എല്ലാ വണ്ടിയും കാണുമ്പോൾ തുള്ളി കളിക്കുന്ന ഒരു കൊച്ചുകുട്ടിയുണ്ടല്ലോ, ആ ഒരു കൊച്ചുകുട്ടിയെ തൃപ്തിപ്പെടുത്താനുള്ളൊരു ലെവലിലാണ് നമുക്ക് ഇപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ വണ്ടി ഓടിക്കുമ്പോൾ അങ്ങനല്ല, ഒരു പ്രോപ്പർ റിവ്യൂ ആണ്. ഓക്കെ, ഇയാൾ ഈ വണ്ടി ഓടിച്ചിട്ടുണ്ട്, ഇയാൾക്ക് ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയാം, വണ്ടി വാങ്ങുന്ന ഒരാൾക്ക് പോയി നോക്കാൻ പറ്റിയ വീഡിയോ ആണെന്ന് മനസ്സിലാവും. രണ്ടും വേണമല്ലോ അല്ലേ? വേണം, ശരിയാ. അപ്പോൾ ലെക്സസിൻ്റെ ഈ ഒരു കൊച്ചി ഷോറൂം ഉണ്ടല്ലോ, ഇത് കൊള്ളാട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, ഇഷ്ടംപോലെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. ഞാനിവിടെ ആദ്യമായിട്ട് വരികയാണ്. ശരി.